അപ്പോൾ എന്തായാലും ഇന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. കഴിഞ്ഞ 2-3 തവണയായിട്ട് എനിക്ക് വരുന്ന മെസ്സേജാണ്. അത് ഞാൻ നെഗറ്റീവ് കമൻ്റായിട്ട് പറയുന്നതോ നെഗറ്റീവായിട്ടോ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. അതെനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നിങ്ങളത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന്. പിന്നെ എൻ്റെ സംസാര രീതി നമ്മളെ വീട്ടിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേ രീതിക്കാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാറ്റാനായിട്ട് എന്നെക്കൊണ്ട് പറ്റത്തില്ല. പിന്നെ നമ്മൾ പുറത്ത് പോയി യാത്രകൾ ചെയ്യുന്നതോ പുറത്തുനിന്ന് ഭക്ഷണങ്ങൾ വാങ്ങിച്ച് കടകളിലിരുന്ന് കഴിക്കുന്നതോ അങ്ങനെ ശീലമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ വീഡിയോ ഒന്നും എടുത്തിടാനായിട്ട് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ വേറെ അങ്ങോട്ടും പോവാറില്ല. പുറത്തുനിന്ന് എന്തെങ്കിലും സാധനങ്ങൾ ഇത് കണക്ക് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഭക്ഷണം വെച്ച് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ആ ഒരു ശീലം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എനിക്ക് പിന്നെ ഈ പുറത്തുനിന്ന് ഓരോ യൂട്യൂബറൊക്കെ ചെയ്യുന്ന കണക്കുള്ള വീഡിയോസൊന്നും ഇടാനില്ലാത്തതും. അങ്ങനെ ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യവും. ഇത് കണക്ക് എനിക്ക് മുന്നോട്ട് പോയാൽ മാത്രം മതി. പിന്നെ പണ്ടേ നമ്മൾ എങ്ങനെയാണോ ആഹാരം വെച്ച് കഴിക്കുന്നത്, ഇപ്പോൾ കല്ലിലരയ്ക്കുന്നതാണെങ്കിൽ കല്ലിലരയ്ക്കുന്നത്, പിന്നെ നമ്മളിത് കണക്ക് കല്ലിലരച്ചാണെങ്കിലും വിറകടുപ്പിൽ വേവിക്കുന്നതാണെങ്കിലും പഴയ കാലത്ത് നമ്മൾ എങ്ങനെയാണോ ജീവിച്ച് വന്നുകൊണ്ടിരുന്നത് അതേ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും. അതിലൊരു മാറ്റവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ പോയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പോകുന്നത്. പട്ടിണി ഇല്ലാതെ മുന്നോട്ട് പോകണം, അത്രയേ ഉള്ളൂ. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് നമ്മൾ വാടകയ്ക്ക് താമസിക്കുവാണ്. പിന്നെ ഇതിൽ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മളെ കാര്യങ്ങൾ നടന്നു പോകാനും പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു 3 സെൻറ്റ് വസ്തുവൊക്കെ വാങ്ങാനായിട്ട് പറ്റുവാണെങ്കിൽ എന്ത് സന്തോഷമാണെങ്കിൽ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിലും ഞാനത് എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാവരുടെ അടുത്തും ഈ യൂട്യൂബിലൂടെ തന്നെ ഞാനത് പറയുമെന്നൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദയവ് ചെയ്ത് അത് മനസ്സിലാക്കാനായിട്ട് നോക്കുക. എനിക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നതോ അല്ലെങ്കിൽ പുറത്ത് യാത്രകൾ ചെയ്യുന്നതോ വീഡിയോ എടുക്കാനോ അങ്ങനെ ഒന്നും ഇല്ല. നമ്മൾ പോവാറില്ല, അതാണ് കാരണം. നമ്മൾ പോവാറേ ഇല്ല, നമ്മൾ വീട്ടിൽ തന്നെയാണ്. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലോ. ആഗ്രഹങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. നമുക്ക് വീടെന്നുള്ളൊരു സ്വപ്നമാണ് നമ്മളെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. പിന്നെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഡെയിലി കാണുന്നതിനെ കൊണ്ടായിരിക്കും അങ്ങനെ ഒരു ബോറടിയായിട്ട് തോന്നുന്നത്. പിന്നെ ഇതിലിനിയിപ്പോൾ മാറ്റം വരുത്താനായിട്ട് ഞാൻ നോക്കിയിട്ട് വേറെ ഒന്നും കാണുന്നില്ല. പിന്നെ എനിക്ക് തരുന്ന കമൻറ്റിന് പറ്റുന്നിടത്തോളം റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും കുറച്ച് ദിവസം കൊണ്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് വേറെ ഒന്നുമല്ല, +2ൻ്റെ എക്സാമൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ ഈ ഒരു ഫോൺ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് ഫോണൊക്കെ അവരെടുക്കുകയും മോന് പഠിക്കാനൊക്കെ ഫോൺ എടുക്കണം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എനിക്ക് റിപ്ലൈ തരാനായിട്ട് പറ്റാത്തത്. കഴിഞ്ഞ മീനവിയൽ വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് മീൻ കറി വെക്കുന്നതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഇടണേന്ന്. അപ്പോൾ നെത്തോലി മീൻ മേടിച്ചിട്ടുണ്ട്. മാങ്ങയും മുരിങ്ങക്കയും പച്ചമുളക് ഇതെല്ലാം കൂടെയൊക്കെ ഇട്ടിട്ട് കറി വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ മുളകും മല്ലിയും വറുത്തത് കേട്ടോ. മുളകും മല്ലിയും വറുത്തരച്ച് മീൻ കറി വെച്ചാൽ അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, പിറ്റേന്ന് എടുക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തേങ്ങ അരയ്ക്കുന്നത്. അപ്പോൾ തേങ്ങ ആദ്യം കുറച്ച് വെച്ചപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി തേങ്ങയും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ അരച്ചെടുക്കുവാണ്. ആദ്യം മുളകും മല്ലി അരച്ചിട്ട് പിന്നെ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി ചേരുവയെല്ലാം അരച്ചതിന് ശേഷം മാത്രമേ ഇതിൻ്റെ കൂടെ അരച്ച് ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഈ തേങ്ങ മൊത്തത്തിലൊന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് പുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വീഡിയോയിൽ എനിക്ക് കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊന്ന് അരച്ച് മാറ്റി അങ്ങോട്ടൊന്ന് വെച്ചതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പുളി ഞാൻ എടുത്തിട്ടുണ്ട്. കറുത്ത പുളിയാണ് എടുത്തിരിക്കുന്നത്. അതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, മറ്റേത് പുത്തൻ പുളി ഇല്ലായിരുന്നു. അപ്പോൾ കറുത്ത പുളി അരച്ചെന്നും പറഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ല, മീൻകറി കറുത്തിരിക്കുമോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വറുത്ത ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചുമന്ന ഉള്ളി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ അരച്ചതിന് ശേഷം എല്ലാ ചേരുവയും കൂടെ വെച്ചിട്ട് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, മുളകും മല്ലിയും കൂടെ ആദ്യം അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇനി ഇതിൻ്റെ കൂടെ ഒന്ന് അരച്ചെടുക്കാനായിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ മൊത്തത്തിൽ എൻ്റെ ചേരുവയ്ക്ക് ഒന്ന് കറക്റ്റ് എരിവും പുളിയും എല്ലാം ഒന്ന് പിടിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കല്ലിൽ അരച്ച് കഴിക്കുന്ന നേരത്തെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കല്ലിൽ ഇപ്പം ഞാൻ അരയ്ക്കുന്ന കണ്ടിട്ട് ഒത്തിരിയും പേര് കല്ലിൽ അരയ്ക്കുന്നുണ്ടെന്നും പിന്നെ അങ്ങനെ കഴിക്കാനായിട്ട് ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം മാങ്ങ അച്ചാർ പെരട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ച് ഇത് കണക്ക് എണ്ണ ചൂടാക്കിയിട്ടാണ് ഒഴിച്ചതെന്ന്, ചൂടാക്കി ഒഴിച്ചുകൂടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചൂടാക്കി ഒഴിക്കുന്നതിൽ കുഴപ്പമില്ലായിരിക്കും, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇത് കണക്ക് നല്ലെണ്ണ നേരിട്ട് ഒഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വെച്ചപ്പോഴത്തേക്ക് എനിക്കങ്ങനെ കേടായി പോകും അങ്ങനെ ഒന്നുമില്ല, നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് നാൾ നമ്മൾ യൂസ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ കോട്ടൺ തുണി വെച്ച് കെട്ടാഞ്ഞ വേറെ ഒന്നുമല്ല, കോട്ടൺ തുണി ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വാഴയില വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ മൂടി കെട്ടിയത്. പഴയ കാലത്തുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഇടാനായിട്ട് നോക്കാം കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ഓർമ്മയിലൊക്കെ ഉള്ള എന്തെങ്കിലും കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ കാണുമല്ലോ, നിങ്ങൾ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിൻ്റെത്. അപ്പോൾ അങ്ങനെ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടാനൊക്കെ നോക്കാം. പിന്നെ ഇപ്പോഴത്തെ കുക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്യാനായിട്ടൊന്നും അങ്ങനെയൊന്നും ഇതുവരെ നോക്കിയിട്ടില്ല.
ഇപ്പം മീനിൻ്റെ കൂട്ടെല്ലാം അരച്ച് തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ല് കഴുകണം. കല്ല് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം ഞാനിങ്ങ് എടുക്കുന്നുണ്ട് മീനിന് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കല്ല് കഴുകുന്നതിൻ്റെ വെള്ളവും കൈ നനച്ചതിൻ്റെ വെള്ളവും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ചട്ടിയുടെ സൈഡിലിരിക്കുന്നതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങ് ഒരു വൃത്തികേടായിട്ടങ്ങ് ഇരിക്കും കേട്ടോ. ഇനിയിപ്പോൾ കൈ നനച്ച വെള്ളം ഒഴിക്കുന്ന അതിൻ്റെ അടിഭാഗത്ത് കിടക്കുന്ന മട്ടി ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും ഞാൻ എടുക്കുന്നില്ല, അതൊക്കെ അങ്ങ് മാറ്റുവാണ്. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പുനീരും കൂടെ ഒഴിക്കുന്നുണ്ട്. കല്ലുപ്പിനകത്ത് വെള്ളം ഒഴിച്ച് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുപ്പാണെങ്കിലും പൊടിയുപ്പാണെങ്കിലും ഇത് നമ്മൾ ഉപ്പെടുത്തതിന് ശേഷം അവസാനം അതിൻ്റെ മട്ടി വന്ന് കിടക്കുമ്പോൾ നോക്കുമ്പോൾ അറിയാം അതിൽ മണ്ണ് കാണും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് വെക്കുന്നത്. പിന്നെ കൈ കൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതിനെ കൊണ്ടൊന്നും തോന്നണ്ട. പിന്നെ നമ്മളിപ്പോൾ കല്ലിൽ അരയ്ക്കുന്ന ഒരരപ്പ് നമ്മൾ എടുത്തിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്താലേ അത് നല്ല രീതിക്ക് തന്നെ ഉടഞ്ഞ് കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ സ്പൂണോ ചെറിയൊരു തവിയോ കൊണ്ടെടുത്ത് കഴിഞ്ഞ് അങ്ങനെ വരത്തില്ല. ഇപ്പോൾ മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തവിയോ സ്പൂണോ കൊണ്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കലക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിനിപ്പോൾ അടച്ച് വെച്ചിട്ട് അടുപ്പിൽ ഞാൻ ഒരു കലം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെറുതെ വെച്ചതാണ് കേട്ടോ, കുടിക്കാനോ എന്തെങ്കിലും എടുക്കാമെന്നും പറഞ്ഞും കൊണ്ട് വെച്ചതാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് ഈ ഒരു അടുപ്പിൽ തന്നെ മീൻ കറിക്ക് ഞാൻ വെക്കുന്നുണ്ട്. മീൻ കട്ട് ചെയ്ത് നേരത്തെ തന്നെ ഒരു അരിപ്പയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മീൻ ചേർത്ത് കൊടുക്കാറായി. കറി നല്ല രീതിക്ക് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കറി തിളച്ചതിന് ശേഷം മാത്രമേ ഏതൊരു മീനാണെങ്കിലും ഇട്ട് കൊടുക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കലങ്ങിപ്പോവും, അതായത് ഉടഞ്ഞു പോകുമല്ലോ, അങ്ങനെയൊക്കെ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ മീനെല്ലാം ഇട്ടിട്ട് ഇനി ഒന്നും കൂടെ അടച്ച് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് കറിവേപ്പില, മുരിങ്ങക്ക, പച്ചമുളക് നമ്മൾ മലക്കറി കിടക്കുന്ന മുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 മാങ്ങ എടുത്തതിൽ 1 മാങ്ങയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളും കൂടെ ഇനിയിപ്പോൾ കട്ട് ചെയ്തിട്ട് മീനിൽ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. ഇത് കണക്കുള്ള മീൻ ഇട്ട് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലത് മാങ്ങയാണ് കേട്ടോ. മാങ്ങയും മുരിങ്ങക്ക, മുളക്, കറിവേപ്പില, ഇത് ഇത്രയും സാധനങ്ങൾ നെത്തോലി മീൻ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം അത് എത്രത്തോളം ടേസ്റ്റാണെന്ന്. അപ്പോൾ തിളച്ചതിന് ശേഷം മീനും ഇട്ട് ഒന്നും കൂടെ തിളച്ചതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ തിളയ്ക്കുമ്പോഴത്തേക്ക് അറിയാം ഇതിൻ്റെ നെയ്യൊക്കെ ഒന്ന് ഇറങ്ങി. നെയ്യെന്ന് പറയുമ്പോൾ ഒരു എണ്ണയുടെ ഒരു അംശം കണക്ക് വരുമല്ലോ, അപ്പോൾ ഒരു നെയ്യൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടിയതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നല്ല രീതിക്ക് തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടെ ഒന്ന് വറ്റാനായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഗ്രേവി കുറച്ചും കൂടെ വറ്റണം. അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കണക്കിരിക്കും. മീനെടുത്ത് നമ്മൾ പാത്രത്തിലോട്ട് പിന്നെ ചോറിലോ എന്തെങ്കിലും എടുക്കുമ്പോഴത്തേക്ക് മീനും മുരിങ്ങൊക്കെ ഒരു സൈഡിലും കിടക്കും, കറി ഒഴുകിപ്പോവും. അപ്പോൾ അങ്ങനെ വന്നാൽ അത് കൊള്ളത്തില്ല. കറി എപ്പോഴും മീൻ കറി വെക്കുമ്പോൾ വറ്റിച്ച് തന്നെ വെക്കണമെങ്കിലേ അത് കൊള്ളാവൂ. ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ അതിൻ്റെ നെയ്യൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വറുത്തരച്ച് വെച്ചതിൻ്റെ ഇതൊക്കെ ആയതിനെ കൊണ്ടാണ് ഇങ്ങനെ ഒരു കളറിലിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരടപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരടപ്പ് വെളിച്ചെണ്ണ ചേർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിക്ക് ഞാൻ കടുക് വറക്കുന്നില്ല, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മളെ കറി എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും ഒന്ന് വറ്റിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇതിനിപ്പോൾ തണുക്കുമ്പോഴത്തേക്ക് കുറേ കൂടെ അങ്ങ് കുറഞ്ഞ് കട്ടിയായിട്ടിരിക്കും കേട്ടോ. ആ ഒരു ഇതിനെടുക്കാനാണ് നെത്തോലി മീൻകറി നല്ലത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്നും നെഗറ്റീവായിട്ട് എടുക്കരുത്. എൻ്റെ ഒരു രീതിക്ക് അനുസരിച്ചാണ് ഞാൻ വീഡിയോ ഇട്ട് പോകണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല്. നമ്മളെ ഈ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പുതിയതായിട്ട് കാണുന്നവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്.